മീറ്റ് ചെയ്യുന്നത് മനുഷ്യന്മാരെല്ലായിടത്തും ഒന്ന് തന്നെ. നയതന്ത്രപരമായിട്ട് രാജ്യങ്ങൾ തമ്മിൽ ഇടപെടുന്നത് മാന്യമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തടത്താണ് ഈ വിഭജനവും ശത്രുതയും എല്ലാം വരും. അല്ലാതെ അവിടുത്തെ മനുഷ്യന്മാരെ ആരെങ്കിലും ശത്രുത അധികം ഈ ലീഡേഴ്സ് അവർക്ക് പവർ കിട്ടാൻ വേണ്ടിട്ട് ഇടുന്നൊരു സാധനമാണ്. ആൾക്കാർ കൊത്തുന്നതാണ്. അത് ആൾവേസ് അങ്ങനെയാണ് എന്നും നടന്നിട്ടുള്ളത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ തന്നെ സംഭവിക്കാനും പോകുന്നുള്ളൂ. വിഷം ഇതാക്കി കഴിഞ്ഞാൽ കുറെ മീൻ ചാവുന്നല്ലേ, എന്താ വിഷയം? 100%. അതെ, നമ്മളുടെ വിധിയായിരിക്കും ചിലപ്പോ, അത് പറയാൻ പറ്റില്ല. നമ്മളെ സൗണ്ട് ഉയരണം, അല്ലാതെ നമ്മളല്ല യൂത്ത്. ഇന്ത്യയിലെ യൂത്ത് പറഞ്ഞാൽ കേരളത്തിൽ നിൽക്കുന്ന നമ്മള്. പിന്നെ നമുക്ക് അത് വെറുതെ ആവരുത്, ഇത് നാലാൾ അറിയണം എന്നുള്ളൊരു മൈൻഡോടെ കൂടി തന്നെ നമ്മളെ നാട്ടിലെ യുവാക്കളൊക്കെ എന്ത് വിഷയത്തോടും. എന്താണ് ഇന്ത്യയിലെ യൂത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാല്? ജോബ്ലെസ് നാടുമോനെ, ഡിഗ്രി വെറുതെ പേരിനാണ്, എണ്ണ തീർന്ന വണ്ടി പോലെ ശോകം മൂടിലായി താനേന്ന് പറയും. അതന്നെയാണല്ലേ, ഏറ്റവും കൂടുതൽ ജോബ്ലെസ് ആൾക്കാരില്ലേ. അതുകൊണ്ടാണ് ഇവിടുന്ന് പറക്കണല്ലേ ആൾക്കാര്. ഇവിടുന്ന് പറക്ക എന്ത് പലായനല്ലേ പുസ്തകം. സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 7000 കുട്ടികളെയാണ് എറണാകുളത്തുനിന്ന് ഒരു ഏജൻസി വിദേശ രാജ്യത്തേക്ക് പഠനത്തിന് ജോലിക്കായിട്ട് 7000 ആളുകളെ ഒരു കേരളത്തിൽ നിന്ന് മാത്രമേ ഒരു ഏജൻസി കയറ്റി വിട്ടു എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ ഒരു ഇത്? അത് കേരളം മാത്രമല്ല കേട്ടോ, അവിടെ ബെറ്റർ ലൈഫ് കിട്ടുന്നുണ്ട്. ഇന്ത്യയില് മൊത്തത്തിൽ ജോലി സാധ്യത കുറഞ്ഞു. യുവാക്കൾക്ക് ജോലി കിട്ടാൻ ഭയങ്കര പണിയാണ്. അതിനിപ്പോ കേന്ദ്രം കുറെ പദ്ധതികളൊക്കെ കൊടുന്നു. അതായത് ചെറിയ കുറെ കോഴ്സുകൾ പഠിക്കുക. ഇപ്പൊ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വളരെ മോശപ്പെട്ട രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ആർമി ഒക്കെ ഇതാക്കിയിട്ട് അതായതൊരു കാര്യം. അപ്പൊ ഇതിനു മുമ്പും ഇന്ത്യയിൽ യൂത്ത് ഉണ്ടായിരുന്നില്ലേ? അവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ലേ? ഇവർക്കൊക്കെ ജോലി സാധ്യതകൾ ഉണ്ടായിരുന്നില്ലേ? എനിക്കിപ്പോഴും തോന്നലുണ്ട്, എൻ്റെ ഒരു പ്രായം വരെയുള്ള കാലഘട്ടത്തിലൊക്കെ എൻ്റെ നാട്ടിലത്തെ ചെക്കന്മാർ എല്ലാവരും കാണുന്ന സമയത്ത് എല്ലാവരും കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. സ്ഥല കച്ചവടങ്ങൾ ഒരുപാട് നടന്നിരുന്ന നാട്, വണ്ടി കച്ചവടങ്ങൾ എല്ലാം ഈസി ആയിട്ട്, അല്ലെങ്കിൽ വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ധനികരെല്ലാം ധനികരും പാവപ്പെട്ടവരെല്ലാം പാവപ്പെട്ടവരും എന്ന സിദ്ധാന്തത്തിക്ക് ഇന്ത്യ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൂടുന്നത്. പണക്കാരൊക്കെ പണക്കാരായിരിക്കുക, പാവപ്പെട്ടവരൊക്കെ പാവപ്പെട്ടവരായിരിക്കുക. അത്തരത്തിലുള്ളൊരു എക്കോണമിക്കൽ സിസ്റ്റം എന്നൊക്കെ പറയില്ലേ, എന്തായാലും പറയാം. എനിക്ക്